ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ഇതാണ് ആറ്റംബർഗിൻ്റെ റെനേസ പ്ലസ് എന്ന് പറയുന്ന സീലിംഗ് ഫാൻ. ഓൾറെഡി നമ്മൾ സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന സീലിംഗ് ഫാനിനെ കുറിച്ച് കംപ്ലീറ്റ് റിവ്യൂ ഇട്ടതാണ്. ആൻഡ് ആ ഒരു ഫാൻ ഞാൻ അറൗണ്ട് ഒരു 1 month ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് റെനേസ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഫാനിൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. അൺബോക്സിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു മാനുവൽ ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാനുവൽ ഇൻസ്ട്രക്ഷൻ കാർഡിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യാം എന്നതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് നോക്കിയതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്പെയർ പാർട്സ് ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 3 ബ്ലേഡ്സ് അടക്കമുള്ള എല്ലാ സ്പെയർ പാർട്സും കൊടുത്തിട്ടുണ്ട്. സ്ക്രൂസ് അടക്കമുള്ള എല്ലാ സ്പെയർ പാർട്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ട് കൊടുത്തിട്ടുണ്ട്. റിമോട്ട്സിൽ അപ്ലൈ ചെയ്യാനുള്ള 2 ബാറ്ററീസും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആറ്റംബർഗിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ആറ്റംബർഗ് എന്ന് പറയുന്നത് BLDC ഫാൻ മാർക്കറ്റിലെ ബെസ്റ്റ് ലീഡിംഗ് കമ്പനിയാണ്. അതായത് ഒരുപാടധികം BLDC ഫാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഡിസൈനിൽ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻസ് ആണ് ആറ്റംബർഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ വാങ്ങിച്ച 2 ഫാൻ ആണെങ്കിലും നല്ല ഡിസൈൻസിലാണ് വരുന്നത്. എക്സ്പെഷ്യലി സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അതോടൊപ്പം തന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു വരേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാൻസ് ആണ് ഇറക്കുന്നുള്ളത്. അതായത് BLDC ഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആറ്റംബർഗിന് ആ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല ലീഡിംഗ് കമ്പനിയാണ് ആറ്റംബർഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആറ്റംബർഗിൻ്റെ സീലിംഗ് ഫാൻസ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുള്ളത്. 10 million ഹാപ്പി കസ്റ്റമേഴ്സ് ആറ്റംബർഗിന് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ എനിക്ക് പോലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ എനർജി എഫിഷ്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഫാനിൻ്റെ സൗണ്ട് ആണെങ്കിലും ഓക്കെയാണ്. ഇപ്പം ചില ഫാൻസ് നമ്മുടെ നോർമലി വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ടൊക്കെയാണ് വരുന്നുള്ളത്. എന്നാൽ ഇത് നോർമലി കേൾക്കുന്ന ആ ഒരു ചെറിയ സൗണ്ടേ വരുന്നുള്ളൂ. ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊന്നും വരുന്നില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് ആറ്റംബർഗിനെ കുറിച്ച് പറയാനുള്ളത്. സോ ആറ്റംബർഗിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ഈ ഒരു ഫാനിൽ കൊടുത്തിരിക്കുന്നത് 5 star റേറ്റിംഗോട് കൂടിയുള്ള BLDC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നോർമൽ ഫാനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 65% ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് 65% വരെ കുറക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരു വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഫാനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഫാനിൽ കൊടുത്തിരിക്കുന്നത് BLDC മോട്ടറാണ്. അതുപോലെ തന്നെ മറ്റ് കമ്പനീസിലെ BLDC മോട്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റംബർഗിൻ്റെ BLDC മോട്ടർ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് തന്നെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. വർക്കിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ ആ ഒരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്. പിന്നെ വോൾട്ടേജ് കുറയുന്ന സമയത്തൊക്കെ ഇങ്ങനെ കെട്ടുപോകുന്ന അവസ്ഥ ഒന്നും വരുന്നില്ല. ആ ഫാനിൻ്റെ വർക്കിംഗ് കറക്റ്റ്ലി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് എടുത്ത് കാണുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി യൂസേജിനൊക്കെ സമയത്ത് നമ്മളിപ്പം വീട്ടിലെ വോൾട്ടേജ് കുറയുന്ന സമയത്ത് അത് കട്ട് ഓഫ് ആവുന്നില്ല, അത് സ്ലോ ആവുന്നില്ല. വളരെ നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ ഓപ്ഷൻസിലും കളർ ഓപ്ഷൻസിലും ആറ്റംബർഗ് ലീഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അടിപൊളി ഡിസൈൻസ് ആണ് കൊടുക്കുന്നത്. കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. സോ നിങ്ങളുടെ റൂമിനനുസരിച്ചുള്ള ആ ഒരു ആംബിയൻസ് ഉള്ള കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാനിൽ തന്നെ 8ഓളം കളേഴ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് ബൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൽ ആറ്റംബർഗിന് അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് ആയിട്ടുള്ള ഡ്രോപ്പഡി മോമോ അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിസൈനാണ് ആറ്റംബർഗ് ഫാൻസിന് കൊടുക്കുന്നുള്ളത്. സോ ഇപ്പം സ്റ്റുഡിയോ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഫാനാണെങ്കിലും വൈറ്റ് കളർ നല്ലൊരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷൈനിങ് എഫക്റ്റും അതോടൊപ്പം തന്നെ കാണാൻ നല്ല രസമുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫാനും അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഒരു ക്യൂട്ട് ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. റൂമിലൊക്കെ ഫിറ്റ് ചെയ്ത് കാണാൻ നല്ലൊരു ആംബിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. മോട്ടറിൻ്റെ സെൻട്രലായിട്ട് 6 LED ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ 5 സ്പീഡിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 5 സ്പീഡിലുള്ള ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. അതായത് 5 ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾ ബൂസ്റ്റ് മോഡിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് കംപ്ലീറ്റ് ഫുൾ സ്പീഡിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 6 LED കത്തുന്നതായിരിക്കും. ഇനി നിങ്ങൾ 3 സ്പീഡിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ 3 LEDs കത്തും. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചിട്ട് അതിൻ്റെ LEDs ഇങ്ങനെ കത്തി കാണിക്കും, ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു LED ലൈറ്റ് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് രാത്രിയിലൊക്കെ കംപ്ലീറ്റ് ഓൺ ചെയ്തിട്ട് വേണമെന്ന് കത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. ബ്ലൂ ലൈറ്റാണ് വരുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ഒന്നുമല്ല, ലൈറ്റായിട്ടാണ് വരുന്നത്. ലൈറ്റായിട്ടുള്ള കളറാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതിലുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 1200 mm സൈസ് വരുന്ന 3 ബ്ലേഡ്സ് ആണ് ഈ ഒരു ഫാനിന് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ലുക്കും ഉണ്ട്. സോ ഇത് ബ്ലാക്ക് കളറാണ്. ആ ഒരു ഷൈനിങ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബ്ലേഡ്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റൂമിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 600 mm സൈസ് വരുന്നുണ്ട്, 900 mm സൈസ് വരുന്നുണ്ട്, 1200 mm സൈസ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 1200 mm സൈസ് വരുന്നുണ്ട്. ഓൾസോ 1400 mm സൈസും വരുന്നുണ്ട്. സോ ഇത്തിരി വലിയ ബ്ലേഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ആറ്റംബർഗിൻ്റെ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ഈ ഒരു റെനേസ പ്ലസ് എന്ന മോഡൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട കളർ ഓപ്ഷൻ സെലക്ട്
സെലക്ട് ചെയ്യാം. നിങ്ങളുടെ റൂമിൻ്റെ ആംബിയൻ അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് കളറാണ് വേണ്ട വന്നിരിക്കുന്നത്. സോ ഞാൻ ബ്ലാക്ക് കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റും എൻ്റെ ആ റൂമിൽ ബ്ലാക്ക് കളറാണ് എനിക്ക് കുറച്ചുകൂടി എടുത്ത് കാണുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കളർ ഓപ്ഷൻസും വരുന്നുണ്ട്, 8ഓളം കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല കളർ ഓപ്ഷൻസ് ആണ്, എല്ലാം നല്ല കളർ ഓപ്ഷൻസ് ആണ്, അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള കളേഴ്സ് അല്ല. നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തതിനു ശേഷം ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫാനിൽ കൊടുത്തിരിക്കുന്ന റിമോട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിമോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വേറെയും ആറ്റംബർഗിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ, സീലിംഗ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു റിമോട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വേറെ റിമോട്ടിൻ്റെ ആവശ്യമില്ല. സോ യൂണിവേഴ്സൽ റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കാര്യമാണ്. അത് ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റംബർഗിൻ്റെ റിമോട്ട്സിന് ഇത്തരത്തിലൊരു ഫീച്ചർ വരുന്നുണ്ട്. ആറ്റംബർഗിൻ്റെ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫാൻ്റെ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും, സ്ലീപ്പ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ടൈമർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ വാറന്റി ആണ് കമ്പനി ഈ ഒരു ഫാന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സർവീസ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ആറ്റംബർഗ് നല്ല രീതിയിലുള്ള സർവീസാണ് തരുന്നുള്ളത്. സോ നിങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതും കൂടാതെ സ്മാർട്ട് ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, റിമോട്ട് കൺട്രോളും കൂടാതെ ആറ്റംബർഗിൻ്റെ ഹോം ആപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ്റംബർഗിൻ്റെ റെനേസ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ഫാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് റെനേസ പ്ലസ് ആണ്. നിങ്ങൾക്ക് സ്മാർട്ട് പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണത്. അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ഫാനിൻ്റെ കളർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ഓക്ക് വുഡ് കൊടുത്തിട്ടുണ്ട്, സാൻഡ് ഗ്രേ വരുന്നുണ്ട്, പേൾ വൈറ്റ് വരുന്നുണ്ട്, മെറ്റാലിക് ഗോൾഡ് വരുന്നുണ്ട്, എർത്ത് ബ്രൗൺ വരുന്നുണ്ട് ആൻഡ് ഏജിയൻ ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് 1200 mm സൈസ് വരുന്ന ഈ ഒരു റെനേസ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് പ്ലസിൻ്റെ കളേഴ്സ് ആണ് ഇത് വരുന്നത്. സോ നിങ്ങൾ 600 mm ചൂസ് ചെയ്യുന്ന സമയത്ത് കളേഴ്സ് വ്യത്യാസം വരും, കളർ ഓപ്ഷൻസ് കൂടുകയും ചെയ്യും. സോ അതിനുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആറ്റംബർഗിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പല രീതിയിലുള്ള ഫാൻസ് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല ഒരുപാടധികം ഫാൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ഫാൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ഫാൻ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അത്രയും സിമ്പിളാണ്. അങ്ങനെ ഭയങ്കര ഇൻസ്റ്റാളേഷൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ മാനുവൽ ഇൻസ്ട്രക്ഷൻ വായിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം കാര്യം പിടികിട്ടും. ആണ് ഈ ഒരു ഫാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ചാനലിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, വാല്യൂ ഫോർ മണി കൂടിയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.